ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ വന്നിട്ടുള്ള രണ്ട് സ്മാർട്ട് ഫോണുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നിങ്ങൾ HMD എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങളൊരു 90s ടൈമിലൊക്കെയാണ് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയതെന്നുണ്ടെങ്കിൽ HMD ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ആ സമയത്ത് ഇറങ്ങിയ മിക്ക ഫോണുകളും മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത് ഈ HMD എന്ന് പറയുന്ന കമ്പനിയാണ്. ഇപ്പോൾ HMDയുടെ തന്നെ രണ്ട് പുതിയ മോഡലുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന രണ്ട് പുതിയ അടിപൊളി സ്മാർട്ട് ഫോണുകളാണ് മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ബോക്സിലാണ് ഇവർ ഇത് എനിക്ക് അയച്ചു തന്നത്. ഞാൻ ആദ്യം ഒരു ഫോൺ അയക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു ബോക്സിലായിരിക്കും ഇത് വരിക എന്ന്. പക്ഷേ എങ്കിൽ നോക്കിയപ്പോൾ നല്ല കിടിലൻ പാക്കിങ്ങിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോക്സിലാണ് ഇത് അയച്ചു തന്നിട്ടുള്ളത്. അപ്പം കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ നേരെ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെന്ന്. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. 1 ലക്ഷത്തിൻ്റെയോ 1.5 ലക്ഷത്തിൻ്റെയോ ഒന്നും ഫോണിൽ കിട്ടാത്ത ഫീച്ചേഴ്സ് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് ഓപ്പൺ ആക്കാം. ബോക്സ് ഓപ്പൺ ആക്കാനൊക്കെ വളരെ സിമ്പിൾ ആണ്. വളരെ പ്രീമിയം സ്റ്റൈലിലാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. നോക്കി, ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് ഇത് റിസീവ് ആയത്. രണ്ട് മോഡൽസ് ആണ് ഇപ്പം HMD മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്നത്. HMD ക്രെസ്റ്റ് എന്ന് പറയുന്ന മോഡലും HMD ക്രെസ്റ്റ് മാക്സ് എന്ന് പറയുന്ന മോഡൽ. ഈ ഫോണിന്റെ രണ്ട് ബോക്സിനോടൊപ്പം മൂന്നാമത് മറ്റൊരു ബോക്സ് കൊടുക്കണം. ഞാൻ ഇതിനുള്ളിലും ഫോൺ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിനുള്ളിൽ ഫോൺ അല്ല കേട്ടോ. വളരെ യൂണീക്ക് ആയിട്ടുള്ള, വളരെ ഡിഫറെന്റ് ആയിട്ട് ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ കൊടുക്കാത്ത ഐറ്റമാണ് ഈ ഒരു ബോക്സിലുള്ളത്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഒപ്പം തന്നെ HMD എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു കാർഡും ഇതിനോടൊപ്പം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ഈ കാർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ HMDയുടെ രണ്ട് മോഡൽസ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. HMD ക്രെസ്റ്റ് 5G, HMD ക്രെസ്റ്റ് മാക്സ് 5G. അപ്പോൾ ഈ രണ്ട് ഫോണുകളും തമ്മിൽ ഒറ്റ നോട്ടത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഏകദേശം ഒരേ ലുക്കിൽ ഒരേപോലെ തന്നെ തോന്നും. പക്ഷേ ഫീച്ചേഴ്സിൽ ഇവിടെ ചെറിയ മാറ്റങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് മൊബൈൽ ഫോണിന്റെ ബോക്സിൽ ലഭിക്കുന്നത്. രണ്ട് മോഡലിന്റെ ബോക്സിലും സെയിം ആക്സസറീസ് ആണ് വരുന്നത്. 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് അഡാപ്റ്റർ, ടൈപ്പ് C to C കേബിള്, പിന്നെ ഒരു സിം ഇജക്ടർ ടൂൾ ഉണ്ട്. ഒരു സിലിക്കോൺ ഫോൺ കേസും ഈ ബോക്സിനുള്ളിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് ഫോണുകളും ഏകദേശം സിമിലർ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. HMD ക്രെസ്റ്റ് മാക്സ് 5Gയിൽ മാറ്റ് ഫിനിഷിംഗ് ആണ് ബാക്ക് സൈഡിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി ഗ്ലോസി ഫിനിഷിംഗ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാറ്റ് ഫിനിഷിംഗ് ആണ് കുറച്ചുകൂടെ ഫിനിഷിംഗ് ഉള്ളതായിട്ട് തോന്നിയതും അതേപോലെ തന്നെ ഒരു പ്രീമിയം ഫീൽ തരുന്നതും ഈ ഒരു കളർ വേരിയന്റ് ആണ്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതിന്റെ ഒരു മാറ്റ് ഫിനിഷിംഗ് തന്നെ ഫിംഗർ പ്രിന്റ് ഒന്നും ആകാത്ത രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് ആണ് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ക്രെസ്റ്റിലും ഇത് തന്നെയാണ്, ഗ്ലോസി ഫിനിഷിംഗ് ആണ്. ഫിംഗർ പ്രിന്റിന്റെ പ്രശ്നമൊന്നും ഇതിലും വരുന്നില്ല. അപ്പോൾ ഇനി രണ്ട് ഫോണുകളുടെയും ഫിസിക്കൽ ഓവർവ്യൂയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും ഫിസിക്കൽ ഓവർവ്യൂ നോക്കുമ്പോൾ ഒരേപോലെ തന്നെ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സും ഒരേപോലെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രെസ്റ്റ് മാക്സ് 5G ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ഏറ്റവും ബോട്ടം സൈഡിലായിട്ട് 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ടൈപ്പ് C ചാർജിംഗ് പോർട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു സ്പീക്കർ, സിംഗിൾ സ്പീക്കർ ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കറിന്റെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിന്റെ റൈറ്റ് സൈഡിൽ പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് നമുക്കൊരു വോളിയം അപ്പ് ഡൗൺ ബട്ടണും ലഭിക്കുന്നുണ്ട്. ഈ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ കാര്യം പറയുമ്പോൾ വളരെ ഫാസ്റ്റ് ആണ് കേട്ടോ. വളരെ ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് സെൻസ് ചെയ്ത് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഈ ഫോണിന് സിലിക്കോൺ കേസ് ഇട്ടതിന് ശേഷം ഈ ഫിംഗർ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എനിക്കത് പ്രോപ്പറായിട്ട് ഓപ്പൺ ആകുന്നില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തത് എന്തൊരു ഈ സാധനം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇത് ഭയങ്കര സ്ലോ ആണല്ലോ എന്ന് ഞാൻ കരുതി. പക്ഷെങ്കിൽ കേസൊക്കെ ഞാൻ ഊരി കളഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പറക്കുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് അമ്മാതിരി ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിന്റെ സിം ട്രേ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് സിം കാർഡ് ഇതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ആണ് ഫിസിക്കൽ ഓവർവ്യൂവിൽ വരുന്നത്. ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. രണ്ട് ഫോണിലും സെയിം ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഡിസ്പ്ലേയുടെ കളർ പ്രൊട്ടക്ഷന്റെ കാര്യത്തിലും ഒരു രീതിയിലുള്ള കംപ്ലൈന്റും എനിക്ക് തോന്നിയില്ല. നിങ്ങൾ ഒരുപാട് OTT കണ്ടന്റുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, യൂട്യൂബ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, മൂവീസ് ഒക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിലൂടെ, ഇതിന്റെ സ്ക്രീനിലൂടെ ആ വീഡിയോകൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ പ്രോസസർ സൈഡിലേക്ക് വരുന്നുണ്ട്. യൂണിസോക്ക് T760 എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ഒക്ടാകോർ പ്രോസസറാണ്. ഗെയിമിങ്ങിന് പറ്റിയൊരു പ്രോസസർ അല്ല. പക്ഷെങ്കിൽ ചെറിയ രീതിയിലുള്ള ഗെയിമിംഗ് ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. AnTuTu ബെഞ്ച് മാർക്ക് വന്നിരിക്കുന്നത് 4.5 ലക്ഷത്തിന് മുകളിലാണ്. 6 നാനോമീറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു 5G പ്രോസസറാണിത്. ഡേ ടു ഡേ ലൈഫിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസറോടാണിത്. ഇതിന്റെ റാം ടൈപ്പ് LPDDR4X ആണ്. സ്റ്റോറേജ് ടൈപ്പ് UFS 3.1 ആണ്. സാധാരണ നമ്മൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലുള്ള ഫോണുകളുടെ സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UFS 2.0 ആയിരിക്കും. പക്ഷേ ഇതിൽ നമുക്ക് 3.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഇതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ 5000 mAh ഒരു ബാറ്ററി നൽകിയിട്ടുണ്ട്. ബ്രാൻഡ് ഇവിടെ ക്ലെയിം ചെയ്തിരിക്കുന്നത് 800 ചാർജിംഗ് സൈക്കിൾ ആണ്. അതായത് 800 ചാർജിംഗ് സൈക്കിളിൽ എത്തുമ്പോഴായിരിക്കും ഇതിന്റെ ബാറ്ററി ഹെൽത്ത് ഒരു 80% എത്തുക. 800 ചാർജിംഗ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസം ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്തെന്ന് പറഞ്ഞാലും കുറഞ്ഞ
ഇതൊരു 2 വർഷത്തേക്കെങ്കിലും 80% താഴോട്ട് പോകാതെ ബാറ്ററി ഹെൽത്ത് ഈ ഒരു ഫോണിൽ ലഭിക്കുമെന്നാണ് ബ്രാൻഡ് ക്ലെയിം ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് അഡാപ്റ്റർ ബോക്സിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ മിക്ക കമ്പനികളും ചെയ്യുന്നത് 30 വാട്ട്സും 33 വാട്ട്സും ഒക്കെ പറഞ്ഞിട്ട് ബോക്സിനുള്ളിൽ വല്ല 18 വാട്ട്സിന്റെ ഒക്കെ ചാർജർ ആയിരിക്കും തന്നുവിടുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എത്ര വാട്ട്സ് ആണോ ഫോൺ സപ്പോർട്ട് ചെയ്യുക അത്രയും വാട്ട്സിന്റെ അഡാപ്റ്റർ ബോക്സിനുള്ളിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. ബ്ലോട്ട്വെയറുകളുടെ ശല്യം ഒന്നും തന്നെ ഇല്ല. ഇനി 1-2 ബ്ലോട്ട്വെയർ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 OS ലാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷേ മുമ്പോട്ടുള്ള സമയത്ത് OS അപ്ഡേറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് ഇതിന്റെ OS അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വെബ്സൈറ്റിൽ ഒരു കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നത് 2 ഇയേഴ്സിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് കിട്ടുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സെക്യൂരിറ്റി അപ്ഡേറ്റിനോടൊപ്പം OS അപ്ഡേറ്റൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ബ്രാൻഡ് എന്തെങ്കിലും അപ്ഡേറ്റുകൾ തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ആ ഒരു കാര്യം പിൻ ചെയ്ത് വെക്കുന്നതാണ്. ഇനി ഫോണിന്റെ ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ചെറിയ മാറ്റമുള്ളത്. രണ്ട് ഫോണിന്റെയും ഫ്രണ്ട് ക്യാമറ 50 മെഗാ പിക്സൽ ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ഫ്രണ്ട് ക്യാമറ 50 സെൽഫി ക്യാമറ 50 മെഗാ പിക്സൽ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ സെൽഫി ക്യാമറ രണ്ട് ഫോൾഡും 50 മെഗാ പിക്സൽ ആണ്. HMD Crest 5Gയുടെ ബാക്ക് ക്യാമറ 50 മെഗാ പിക്സലിന്റെ ആണ്. അതിനോടൊപ്പം തന്നെ ഒരു 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും ഇതിൽ നൽകിയിട്ടുണ്ട്. HMD Crest Max 5Gയിലാണെന്നുണ്ടെങ്കിൽ 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 5 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് സെൻസറും 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസുമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പൊ ക്യാമറയുടെ കാര്യത്തിൽ HMD Crest Maxലേക്ക് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ കൂടുതൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ഫോണുകളുടെ ക്യാമറ സാമ്പിൾസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ആദ്യം നമുക്ക് HMD Crest Maxന്റെ ക്യാമറ സാമ്പിൾ ഒന്ന് നോക്കാം. ഞാനിവിടെ പല ലൈറ്റിംഗ് കണ്ടീഷനിലാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് ലൈറ്റ് ഉള്ള ഭാഗങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ വലിയ ലൈറ്റിംഗ് ഒന്നും ഇല്ലാതെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണെങ്കിൽ പോലും ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പിൽ അല്ല എന്നുണ്ടെങ്കിൽ സാമാന്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിൽ നമുക്ക് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ചില കേസിൽ ചില സാഹചര്യങ്ങളിൽ കുറച്ച് ഓവർ കളർഡ് ആയിട്ടും എനിക്ക് ഫോട്ടോസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ചില ലൈറ്റിംഗ് കണ്ടീഷനിൽ ആ നാച്ചുറൽ സ്കിൻ ടൂൺ മാറിയിട്ട് കുറച്ച് ഓവർ കളർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ ക്വാളിറ്റിയിൽ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും 1080p 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് HMD Crest Maxലാണ്. അപ്പം ഇതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ഈ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ അതിലെ സ്റ്റെബിലൈസേഷൻ വളരെ മോശമാണ്. തുടർന്നുള്ള അപ്ഡേറ്റിൽ ഒരു പക്ഷേ നമുക്ക് സ്റ്റെബിലൈസേഷൻ ക്യാമറയിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു ഫോണിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഞാൻ എക്സ്റ്റേണൽ മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഈ ഫോണിൻ്റെ മൈക്കിലൂടെ തന്നെയാണ് ഇപ്പം ഈ ഒരു ഓഡിയോ റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി എനിക്ക് തോന്നുന്നു സാമാന്യം നല്ലൊരു ഓഡിയോ മൈക്ക് ക്വാളിറ്റി ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. നല്ല തിരക്കുള്ളൊരു റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ബാക്ക് ക്യാമറയിൽ ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി HMD Crest 5Gയുടെ ക്യാമറ സാമ്പിൾസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് HMD Crest 5Gയുടെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ്. ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെയും സ്റ്റെബിലൈസേഷൻ്റെ ഒരു ഇഷ്യൂ ആണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. ബാക്കി വീഡിയോ ക്വാളിറ്റിയൊക്കെ സാമാന്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവിടെ വീഡിയോ റെക്കോർഡ് ആവുന്നത്. പിന്നെ ഇതിൽ ഓസോ ഓഡിയോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് എനേബിൾ ആയി കഴിയുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മൈക്ക് പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുന്നത് ഈ ഫോണിൻ്റെ മൈക്രോഫോണിലൂടെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല. പക്ഷേ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല തിരക്കുള്ള റോഡാണ്. വാഹനങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇരപ്പൊക്കെ നല്ലോണം ഉള്ളൊരു റോഡിൻ്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം സാമാന്യം നല്ലൊരു മൈക്കിൻ്റെ ക്വാളിറ്റിയും ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. മെയിൻ ക്യാമറയിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും കിട്ടുക. നോക്കി ഇവിടെ നമുക്ക് 1080p 30 FPS ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് സെൽഫി ക്യാമറയിലും മെയിൻ ക്യാമറയിലും സെയിം 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. എനിക്കിവിടെ ഈ രണ്ട് ഫോണിൻ്റെയും ക്യാമറ ക്വാളിറ്റി ഏകദേശം ഒരുപോലെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. ലൈറ്റിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, അതായത് ഹാർഷായിട്ടുള്ള ലൈറ്റിംഗ് കണ്ടീഷൻ അല്ല നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത നല്ല ലൈറ്റിംഗ് സിറ്റുവേഷനിലാണ് ഫോട്ടോ എടുക്കുന്നത് എന്നുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള ഫോട്ടോസ് ഈ ഫോണുകളിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വീഡിയോ ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല. വീഡിയോ ക്വാളിറ്റിയും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ
ചെയ്യുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ മാറ്റി വെച്ച ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് സെൽഫ് റിപ്പയർ ടൂൾ കിറ്റ് ആണ്. ഇത് HMD പ്രൊവൈഡ് ചെയ്യുന്ന സെൽഫ് റിപ്പയർ ടൂൾ കിറ്റ് ആണ്. ഈ ഒരു ബോക്സ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതിനുള്ളിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. അതേപോലെ തന്നെ കുറേ അധികം ആക്സസറീസ്, നമുക്ക് ഫോൺ ഓപ്പൺ ആക്കി സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ഫോൺ റിപ്പയർ ചെയ്യാനുള്ള ടൂൾ കിറ്റ് ആണിത്. അതായത് നമുക്ക് ഫോൺ ഓപ്പൺ ആക്കിയിട്ട് ഫോണിന്റെ ബാക്ക് കേസ് ഓപ്പൺ ആക്കിയതിന് ശേഷം ബാറ്ററി ചേഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ ഇപ്പം ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാം, ചാർജിംഗ് പോർട്ട് ചേഞ്ച് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള റിപ്പയറിംഗ് ഒക്കെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ സ്വന്തമായിട്ടൊരു ഫോണിന്റെ ബാഗൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ വീഡിയോ ഒന്നും ഇല്ല, പിന്നെ എങ്ങനെ നമ്മളിത് ചെയ്യും എന്നുള്ളൊരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഈ ഒരു ഫോൺ റിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വീഡിയോസ് അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ടൂൾ കിറ്റ് ഉപയോഗിച്ച് ഈ ഫോണിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് സ്വന്തമായിട്ട് മാറാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഒരു ബ്രാൻഡുകളും ചെയ്യാത്ത ഒരു സാഹസികതയാണ് ഇവിടെ HMD ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫോണിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സർവീസ് സെന്ററിൽ പോയിട്ട് ഫോൺ സബ്മിറ്റ് ചെയ്ത് അവിടെ കെട്ടിക്കിടക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഏത് പാർട്ടാണോ കംപ്ലീറ്റ് ആയിട്ടുള്ളത് അത് വാങ്ങിയതിന് ശേഷം റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ല ഇനിഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് എത്ര പേര് ചെയ്യും എന്നുള്ള കാര്യം അറിയത്തില്ല. ഇവിടെ മറ്റൊരു കാര്യങ്ങളുണ്ട്, ഇതിന്റെ വാറണ്ടി. നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ വാറണ്ടി വാലിഡ് തന്നെ ആയിരിക്കും, വാറണ്ടി എക്സ്പയർ ആയിട്ട് പോകത്തില്ല. അതായത് ചില കേസിലുണ്ടല്ലോ നമ്മൾ ഫോണിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി പിന്നെ കിട്ടത്തില്ല. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമോ ഇല്ല, കാരണം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാനുള്ളൊരു സൗകര്യമാണ് ഇവിടെ ബ്രാൻഡ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റുകളും ബൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റുകളുടെയും പ്രൈസ് എത്രയാണെന്നുള്ളതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഈ പ്രൈസിൽ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം മറ്റ് ബ്രാൻഡുകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതൊരു വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അത് ഫോളോ ചെയ്തുകൊണ്ട് ബൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴത്ത് കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.